ഉസ്താദവരെ സർവരുമാതരവാക്കുകളാലെ വാഴ്ത്തിയ വലിയോരേ, സർവരുമാതരവാക്കുകളാലെ വാഴ്ത്തിയ വലിയോരേ. താജ 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 കുത്തുബായ് മിന്നിയ താജ, റോജ 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 സുഖസുരവനിയിലെ റോജ, തൃപ്പനച്ചിയിലെ കമറേ. വലിയുമായി തൃപ്പരഞ്ചി മുഹമ്മദ് മുസ്ലിയാർ മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി, തൃപ്പരഞ്ചി, പാലക്കാട്. അവിടെയും ഒരു പാലക്കാടുണ്ട്. അവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ വലിയുമായി തൃപ്പരഞ്ചി മുഹമ്മദ് മുസ്ലിയാർ. ഈ പേര് കേൾക്കാത്തവർ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ചുരുക്കമാണ്. കേരളത്തിലെ പ്രസിദ്ധ മക്ബറകളിൽ ഒന്നായ തൃപ്പരഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരറിയപ്പെടുന്ന അള്ളാഹുവിൻ്റെ വലിയ സഫർ 1 ലോകത്തുനിന്ന് വിട പറഞ്ഞ മഹാൻ. 13 വർഷങ്ങൾക്കിപ്പുറം മഹാന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. തൃപ്പരഞ്ചി മുഹമ്മദ് മുസ്ലിയാർ 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഫർ മാസത്തിൽ സഫർ 1 മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. കണ്ണീരിലാഴ്ത്തിയ ഒരു ദിനം. തൃപ്പരഞ്ചിക്കാരുടെ ജനമനസ്സിൽ വളരെ തേങ്ങലോടെ യാത്രയാക്കിയ ഒരു മഹാൻ വലിയുമായി തൃപ്പരഞ്ചി ഉസ്താദ്. മഹാന്മാരോടും ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും വലിയ ബന്ധമുള്ള ഉസ്താദവറുകൾ 13ാം ഉറൂസ് ഓഗസ്റ്റ് 5 മുതൽ പ്രൗഢമാവുകയാണ്. ഉസ്താദിനെ കുറിച്ച് അല്പം ചില കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കട്ടെ. ഉസ്താദവറുകൾ 1931 ജനിച്ചത്. ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ നഷ്ടമായ ഉസ്താദ് ഏകാന്തതയിലേക്ക് പോവുകയായിരുന്നു. അള്ളാഹുവിൻ്റെ ആ കണക്ഷൻ വിടുമോ എന്ന് പറയുന്ന വിവാഹം പോലും കഴിക്കാത്ത മഹാൻ വലിയ കാടുകളിലേക്ക് കുന്നുകയറി മഹാൻ അവിടെ വിവാദത്തിലായി ജീവിച്ചു. അള്ളാഹുവിനോട് വലിയ അടുത്ത ബന്ധത്തിലായി. അതുക്കിയ കിതാബിൽ പറഞ്ഞതുപോലെ മഹാന്മാർക്ക് അഥവാ പ്രപഞ്ചത്യാഗികൾക്ക് സമ്പത്തിനോട് ആർത്തി ഉണ്ടാവില്ല. അതിനർത്ഥം അവർക്ക് സമ്പത്ത് ഇല്ല എന്നുള്ളതല്ല. മഹാനായ ഉസ്താദിന് ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. അത് അനന്തരാവകാശം കിട്ടിയതായിരുന്നു. 35 ഏക്കറോളം ഉസ്താദിന് സ്ഥലമുണ്ട്. അങ്ങനെ ആ കാട്ടിനുള്ളിൽ ഉസ്താദ് ജീവിക്കുകയും ഒരുപാട് വൈജ്ഞാനിക മേഖല ഉസ്താദ് കീഴടക്കുകയും ചെയ്തു. ഏത് വിഷയത്തിൽ ചോദിച്ചാലും ഉസ്താദിന് മറുപടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ജിന്നുകൾക്ക് ക്ലാസ് എടുത്തത്. ജിന്നുകൾക്ക് ഒരുപാട് ക്ലാസ് എടുക്കുന്ന അനുഭവങ്ങൾ പങ്കുവെച്ചവരുണ്ട്. ഏതായിരുന്നാലും ഉസ്താദ് അവരുടെ അടുത്തേക്ക് മുത്താലിമീങ്ങളല്ല ചോദിക്കാൻ വരാറുള്ളത്, വലിയ വലിയ ആലിമീങ്ങൾ. കിതാബ് തിരിയുന്ന ആളുകൾ വല്ല സംശയം വന്നാൽ ഉടനെ തൃപ്പനഞ്ചിയിലേക്ക് വണ്ടി കയറും. ഉസ്താദിനെ കണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണും. ഇങ്ങനെ എല്ലാ മേഖലയിലും ഉസ്താദ് കഴിവ് തെളിയിച്ചവരായിരുന്നു. ആ ഉസ്താദ് അവറുകൾ വലിയ മഹാനായിരുന്നു. അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത ഉസ്താദ് വിവാഹം പോലും ഒഴിവാക്കി അള്ളാഹുവിൽ മാത്രം ശ്രദ്ധ തിരിച്ച് ഇബാദത്തിൽ മുഴുകി ഉസ്താദ് ജീവിച്ചു. 35 ഏക്കർ സ്ഥലത്ത് ഉസ്താദ് 2 കൊടിമരങ്ങൾ ഉണ്ടാക്കി. ആ കൊടിമരം ഉണ്ടാക്കാനുള്ള കാരണം ഇതായിരുന്നു. ഉസ്താദ് അവറുകൾ അജ്മീറിലേക്ക് സിയാറത്തിന് വേണ്ടി പോയപ്പോൾ മഹാനായ ഔസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. മുഹീദ്ദീൻ ശൈഖാണ് പറഞ്ഞത്, നിങ്ങൾ കൊടിമരം ഉണ്ടാക്കണമെന്ന്. ആ ശൈഖിന്റെ വാക്ക് പരിഗണിച്ച് ഉസ്താദ് അവറുകൾ 2 കൊടിമരങ്ങൾ ഉണ്ടാക്കി. എന്നും നമുക്കത് പോയാൽ കാണാൻ കഴിയും. 2 കൊടിമരം, ഒന്ന് മഹാനായ ഔസുൽ ആലം തങ്ങളുടെ പേരിലും ഒന്ന് റിഫായി തങ്ങളുടെ പേരിലുമാണ്. ഇങ്ങനെ റിഫായി ഷെയ്ഖിന്റെയും മുഹീദ്ദീൻ ഷെയ്ഖിന്റെയും പ്രീതി സമ്പാദിച്ച ഒരു വലിയാണ് തൃപ്പനഞ്ചി ഉസ്താദ്. ആ ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ആക്തിബത്ത് നന്നാക്കി തരട്ടെ. ആ ഉസ്താദ് എല്ലാം വെടിഞ്ഞ് അള്ളാഹുവിൽ മാത്രം ശ്രദ്ധയൂന്നി ഉസ്താദ് അവറുകളുടെ അടുക്കൽ പ്രശ്നത്തിന് പോയാൽ, എന്തെങ്കിലും പ്രശ്നമായി പോയാൽ ചിലപ്പോൾ ഉസ്താദ് പരിഹാരം നിർദ്ദേശിക്കും. മഹാനായ ശംസുൽ ഉലമ EK ഉസ്താദ് ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആയി കിടക്കുമ്പോൾ ഉസ്താദിന്റെ ശിഷ്യന്മാർ വന്ന് തൃപ്പനഞ്ചി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് അവറുകൾ ദുആ ചെയ്തു.
അപ്പോൾ തന്നെ ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ അസുഖം മാറി. ഇ കെ ഉസ്താദ് പോലും വളരെ മഹോന്നതമായി കണ്ട നേതാവാണ് തൃപ്പലിച്ചി ഉസ്താദ്. അങ്ങനെ ഇ കെ ഉസ്താദ് രണ്ടാമതും ഹോസ്പിറ്റലിലായപ്പോൾ ശിഷ്യന്മാര് തൃപ്പലിച്ചി ഉസ്താദിന്റെ അടുത്തേക്ക് വന്നു. തൃപ്പലിച്ചി ഉസ്താദ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പിറ്റേ ദിവസം വന്നപ്പോൾ ഉസ്താദിനെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഹോസ്പിറ്റലിൽ വളരെ സീരിയസ് ആണ്. തൃപ്പലി ഉസ്താദ് ഒന്നും പറഞ്ഞില്ല. ശേഷം പോകാൻ വരുമ്പോൾ പറഞ്ഞു, അല്ലാഹു തആല ഒരു വിളവ് നൽകിയാൽ ആ വിളവ് അത് പാകമായാൽ അത് കൊയ്തെടുക്കാൻ നമ്മൾ കൊയ്തെടുക്കാറില്ലേ, അതുപോലെ അല്ലാഹുവിന് പാകപ്പെട്ടൊരു വിളവ് കിട്ടിയാൽ അത് കൊയ്തെടുക്കും. ആ സമയത്ത് തന്നെ ശംസുൽ ഉലമ ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ വാക്കിന് അത്രയും മഹത്വമുള്ള മഹാനായ തൃപ്പലിച്ചി ഉസ്താദ് ഒരു വാക്ക് പറഞ്ഞാൽ അതായിരിക്കും ഫലം. ഉസ്താദിന്റെ ദുആക്കും ഉസ്താദിന്റെ വാക്കിനും വരി നിൽക്കുന്നവർ ഏറെയാണ്. ഏതായിരുന്നാലും ആ ഉസ്താദ് അവർ കെട്ടിപ്പടുത്ത 2 കൊടിമരങ്ങൾ ഇന്നും നമുക്ക് ആശ്വാസമാണ്. അവിടെ പോയി ഖുർആൻ ഓതി ഉസ്താദിന്റെ പേരിൽ ഹദിയ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള വിശ്വാസം ഇന്നും ജനങ്ങൾക്കുണ്ട്. വളരെ പ്രൗഢമായി ഉസ്താദിന്റെ ഉറൂസ് വരികയാണ്. 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഒരാഴ്ച നിലനിൽക്കുന്ന ഉറൂസ് ഉസ്താദ് അവർ സ്ഥാപിച്ച ജലാലിയ റാത്തീബ് ഇന്നും മുടങ്ങാതിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമാണ് ജലാലിയ റാത്തീബ്. അല്ലാഹു തആല ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താജ 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 ഖുതുബ മിന്നിയ താജ